കൂട്ടുകാരെ, സ്വർണ്ണച്ചിറകുള്ള ഒരത്ഭുത പക്ഷി നിങ്ങളുടെ ജനലരികിൽ പറന്നുവന്നാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെയൊരു പക്ഷി ആദത്തിന്റെ കയ്യിലുള്ള വിലയേറിയ ഒരു നിധി പാഴായിപ്പോകാതെ അവനെ എങ്ങനെ സഹായിച്ചുവെന്ന് നമുക്ക് കാണാം. ആദത്തിന് ചിത്രം വരയ്ക്കാൻ നല്ല കഴിവുണ്ടായിരുന്നു. സ്കൂൾ കലോത്സവത്തിനു വേണ്ടി ഒരു ചിത്രം വരച്ചു നൽകാൻ ടീച്ചർ ആദത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവന് ചിത്രം വരയ്ക്കാൻ നല്ല മടിയായിരുന്നു. അവൻ എപ്പോഴും ചിന്തിക്കും, ഇന്ന് വേണ്ട, നാളെ വരയ്ക്കാം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കലോത്സവത്തിന് ഇനി ഒരേ ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ടും ആദം ഒരു ചിത്രം പോലും വരച്ചിട്ടില്ല. അവൻ ജനലിനരികിലിരുന്ന് മടിയോടെ ആകാശത്തേക്ക് നോക്കി. പെട്ടെന്ന് തിളങ്ങുന്ന ചിറകുകളുള്ള സ്കൈല എന്നൊരു കൊച്ചുപക്ഷി അവന്റെ അരികിലെത്തി. സ്കൈല ആദത്തിന്റെ തോളിലിരുന്ന് പതുക്കെ പറഞ്ഞു, ആദം, നിനക്ക് ചിത്രം വരയ്ക്കാൻ വലിയ കഴിവുണ്ട്. പക്ഷെ നീ അത് ഉപയോഗിക്കുന്നില്ല. നീ ഇങ്ങനെ മടിച്ചിരുന്നാൽ നാളെ നിന്റെ കഴിവ് എങ്ങനെ എല്ലാവരും കാണും? ആദം മടിയോടെ പറഞ്ഞു, അതൊക്കെ ഞാൻ നാളെ വരയ്ക്കും. സ്കൈല പറഞ്ഞു, ഞാൻ നിനക്ക് നിന്റെ ഭാവി കാണിച്ചു തരാം. ആ അത്ഭുത പക്ഷി തന്റെ മാന്ത്രിക ചിറകുകൾ കൊണ്ട് ആദത്തിന്റെ കണ്ണുകൾ മൃദുവായി തലോടി. പെട്ടെന്ന് അവന്റെ മുന്നിലൊരു കാഴ്ച തെളിഞ്ഞു. സ്കൂൾ സ്റ്റേജിൽ കലോത്സവം നടക്കുന്നു. ആദത്തിന്റെ കൂട്ടുകാരനായ കുട്ടൻ മനോഹരമായ ഒരു ചിത്രം വരച്ച് സദസ്സിൽ കാണിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റുനിന്ന് കൈയടിക്കുന്നു. കുട്ടന് ഒന്നാം സമ്മാനം ലഭിക്കുന്നു. എന്നാൽ ആദം വെറും കൈയോടെ ഒരു മൂലയിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. സദസ്സിലിരിക്കുന്ന അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് വലിയ നിരാശയായിരുന്നു. ആദം ഞെട്ടിത്തരിച്ചു. പെട്ടെന്ന് കണ്ണു തുറന്നു. സ്കൈല പക്ഷി പറഞ്ഞു, ഇത് നിന്റെ നാളത്തെ കാഴ്ചയാണ്. നിന്റെ കയ്യിൽ കഴിവുണ്ട്, പക്ഷെ നീ അത് ഉപയോഗിക്കുന്നില്ല. സമയത്തെ ബഹുമാനിക്കാത്തവർക്ക് നല്ല അവസരങ്ങളും നഷ്ടപ്പെടും. ആദത്തിന് കാര്യം മനസ്സിലായി. അവൻ പതുക്കെ തന്റെ പെൻസിലും പേപ്പറും എടുത്തു. നാളെ ചെയ്യാം എന്ന മടിയുള്ള ചിന്ത അവൻ അപ്പോൾ തന്നെ ഉപേക്ഷിച്ചു. അന്ന് രാത്രി മുഴുവൻ അവൻ കഠിനാധ്വാനം ചെയ്ത് ഒരു മനോഹരമായ ചിത്രം പൂർത്തിയാക്കി. അടുത്ത ദിവസം കലോത്സവത്തിൽ ആദത്തിന്റെ ചിത്രത്തിന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചു. എല്ലാവരും അവനെ അഭിനന്ദിച്ചു. അച്ഛനും അമ്മയും സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. ആകാശത്ത് സ്കൈല പക്ഷി അവനെ നോക്കി സന്തോഷത്തോടെ ചിറകടിച്ചു പറന്നുപോകുന്നത് ആദം കണ്ടു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്തു മനസ്സിലായി? അവസരങ്ങൾ നമ്മളെ കാത്തുനിൽക്കില്ല. സമയം പാഴാക്കുന്നത് സ്വന്തം ഭാഗ്യത്തെ തടയുന്നതിന് തുല്യമാണ്.